ഹലോ ഗൈസ്, പുതുവീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മൾ ഇന്ന് വേറൊരു കൺട്രിയിൽ എത്തിയിരിക്കുകയാണ്. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തായ്ലാൻഡിൽ വന്നിരിക്കുകയാണ് ഗൈസ്, ഒരു 5 days ട്രിപ്പിന് വേണ്ടി. സോ നമ്മൾ ആദ്യം വന്നിരിക്കുന്നത് ഒരു ഫ്രഷപ്പ് ആവാൻ വേണ്ടി ഹോട്ടൽ അൽമാസ് എന്ന് പറഞ്ഞിടത്താണ്. സോ ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. സോ ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് ഗൈസ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് സോസേജ് ഉണ്ട് ഗൈസ്. സോ നമ്മൾ ആദ്യം ചിക്കൻ സോസേജ് 3 എടുത്തിരിക്കുകയാണ്. പിന്നെ അതേ നമുക്ക് ബുൾസൈ ഉണ്ട്, അല്ലെങ്കിൽ ഹാഫ് ബോയിൽ പറയുന്ന സംഭവം. സോ അത് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതേ നമുക്ക് സ്റ്റിർ ഫ്രൈഡ് ബീൻസ്, സ്പ്രൗട്ട്സ് ആൻഡ് ടോഫു ഉണ്ട്. ടോഫു എന്ന് പറയുമ്പോൾ നമ്മുടെ പനീറിൻ്റെ തന്നെ ഒരു വേറെ വെറൈറ്റി സാധനമാണ്. സോ നമ്മുടെ പാൽ വെച്ച് തന്നെ ഉണ്ടാക്കുന്നത്. സോ അതും കുറച്ച് എടുത്തിട്ടുണ്ട്. സോ നമ്മൾ കുറച്ച് ഹെൽത്തി ആവുമെന്ന് വിചാരിച്ചു. അത് തന്നെയാണ് നമ്മൾ ഹെൽത്തി ഫുഡുകളാണ് നമ്മൾ എടുക്കുന്നത്. സോ അതിന് ശേഷം പിന്നെ നമുക്ക് അടുത്തതായിട്ടുള്ളത് സ്റ്റീംഡ് ഫിഷ് വിത്ത് ലൈമാണ്. സോ കുറച്ച് ഫിഷും കൂടി ആവാമെന്ന് വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റിന്. സോ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം ഓറഞ്ച് ജ്യൂസും കുടിച്ചിട്ട് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സെറ്റപ്പിലേക്ക് പോകാം. നമ്മൾ ടൈഗർ ടോപ്പിയയിൽ എത്തിയിരിക്കുകയാണ്. നെക്സ്റ്റ് ലൊക്കേഷൻ പിന്നെ പോയി ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഞങ്ങൾ കയറുമ്പോൾ ബാക്കിയാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ ടിക്കറ്റ് എടുക്കാനായിട്ടുള്ള കൗണ്ടർ ഇത് ഇവിടെയാണ്. ടൈഗർ ടോപ്പിയ ടിക്കറ്റ് എന്ന് കൊടുത്തിട്ട് പിന്നെ 2026 സ്പെഷ്യലായിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മളൊരു വണ്ടിയിൽ കയറ്റിയിട്ടാണ് കൊണ്ടുവന്നത്. സോ വണ്ടിയിൽ പോകുമ്പോൾ ഇവിടെ സൈഡിൽ നല്ല പച്ചപ്പും ഹരിതാപകരമായ വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതേ നമ്മുടെ ടൈഗർ ടോപ്പിയ ജംഗിൾ അഡ്വഞ്ചർ വിത്ത് ടൈഗർ. സോ നമ്മൾ ടൈഗറിൻ്റെ കൂടെയുള്ള ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ വാക്ക് വിത്ത് ടൈഗർ എൻട്രൻസ് ദിസ് വേ എന്നൊക്കെ പറഞ്ഞ് അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതേ നമ്മുടെ പപ്പ ആദ്യം ടൈഗറിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ടൈഗർ കിടന്ന് ഉറങ്ങായിരുന്നു. അവനെ പിടിച്ച് എഴുന്നേപ്പിച്ച് മുഖമൊക്കെ ചിരിക്കടാന്നൊക്കെ പറഞ്ഞ് പിടിച്ചിരുത്തുന്നുണ്ട്. സോ പപ്പയുടെ കഴിഞ്ഞിട്ട് മമ്മിയായിരുന്നു. അങ്ങനെ മമ്മിക്ക് ശേഷം പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ അജാക്സ് ബ്രോ കയറിയിട്ടുണ്ട്. സോ നമ്മുടെ അവിടെ ആൾ വീഡിയോയും ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് തരുന്നുണ്ട്. അതിന് ശേഷം ഏറ്റവും ലാസ്റ്റായിട്ട് ഞാനും കയറി. അങ്ങനെ ടൈഗറിൻ്റെ കൂടെ ഫോട്ടോ എടുത്ത ശേഷം നോക്കിയാൽ പിന്നെ ഫോട്ടോ വിത്ത് ലയനും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ജംഗിൾ ബുക്കും പോട്ടെ ലയൺ കിങ്ങിലെ സ്കാറിൻ്റെ പോലത്തെ കളറിലുള്ളൊരു ലയൻ ഉണ്ടായിരുന്നു. സോ അങ്ങനെ അവൻ കൂട്ടിലിരിപ്പുണ്ട്. അവൻ്റെ കൂടെ നമ്മൾ ഫോട്ടോ എടുക്കാനുള്ള ടിക്കറ്റ് നമ്മുടെ പാക്കേജിൽ ഉണ്ടായിരുന്നില്ല. അതന്നെ നമ്മൾ എടുത്തിട്ടില്ല. കുറച്ചുകൂടിയും പോരട്ടെ എടാ ഉറങ്ങല്ലേ. ടൈഗറിൻ്റെ കൂടെയുള്ള ഫോട്ടോ കഴിഞ്ഞിട്ട് ബാറ്റ്മാൻ ഉണ്ട്. പിന്നെ അതേത് അവിടെ അയൺമാനുടെ അതെ ഗൈസ്. ഇനി നമ്മൾ ടൈഗർ സൂവിലേക്ക് പോകണം. ടൈഗർ സൂവിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് ആരെയും നോക്കിയിട്ട് കാണാമെന്ന് തോന്നുന്നില്ല. ഗോൾഫി മെയിൽ അതേ കിടക്കണു എഴുന്നേക്കട കുട്ടാന്ന് എഴുന്നേക്കണല്ലേ. ഏയ് മതിൽ ചാടും, പക്ഷെ ഇതൊന്നും ചാടൊന്നുമില്ല. മോനെ ഇവിടെ ഫുഡ് വേണോ? അങ്ങോട്ട് നോക്കിയിരിക്കുക. മൂക്ഡ അവിടെ നടക്കണ്ട ഗൈസ്. ഡിയ ഇതും മൂക്ഡ എന്ന പേര്, പക്ഷെ ഡിയ. ഇങ്ങോട്ട് വാ നല്ല വലിപ്പമുണ്ട്. ഇതിന് 19 വലിയ പ്രായമില്ലല്ലോ. അപ്പൊ പ്രായമില്ല, അധികം 7 വയസ്സായിട്ടുള്ളൂ. വാ വണ്ടി ഇനി അതോടെ നടന്നു പോകും. ഉള്ളിയിറങ്ങാണ്. നല്ല വലിപ്പം തോന്നുന്നുണ്ട്. പ്രായം കുറവാണെങ്കിലും വലിപ്പമുണ്ട്. കൈ നോക്ക്, നമ്മൾ തെറിച്ചു പോകും. വാക്ക് വിത്ത് ലൈൻ ഉണ്ടോ? അതിന് കയറി ചെല്ലുമ്പോൾ ലയൻ ചാടി വരുന്നു.
ഇവിടെ ഫുള്ള് തുറന്നിട്ടേ കാണുമൊന്നുമില്ല. ഇല്ലല്ലോ, ലയണമൊന്നുമില്ല അതിൻ്റെ ഉള്ളിൽ. ഗൈസ് ഇവിടെ റക്കൂണും ഉണ്ട്. ഗൈസ് റക്കൂൺ, ഇവിടെ റോക്കറ്റ് റക്കൂണ്ട് പോലത്തെ. ഇവിടെ നോക്കിയാടാ, അതേ കയറി പോണു. എങ്ങോട്ട് പോണ്ട്? ആ വീണ്ടും കയറി. തീറ്റ തപ്പാണ്. ആ അവിടെ തുടങ്ങാം. പൾച്ചറല്ല ഇത്, മറ്റേ ഈഗിൾ. ഈഗിളല്ലല്ലോ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹാരിസ് ഹോക്കാണ്. ഈഗിളും അല്ല. താഴ്ചക്ക് ഇറങ്ങും. നടന്ന് നമുക്ക് ദാഹിച്ചപ്പോൾ നമ്മൾ കരിക്ക് വെള്ളം കുടിക്കുകയാണ് ഗൈസ്. ഷൂട്ട് ആൻഡ് ഫീഡ് 15 ഷോട്ട്സ് 200 ബാത്ത്. ഗൈസ് അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇതുപോലെ നമുക്ക് ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ മുകളിൽ പോകണതിൽ അവർക്ക് ഫീഡ് വെച്ചിട്ടുണ്ട്, മീറ്റിൻ്റെ പീസ്. അത് നമ്മൾ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്ത് കൊള്ളിക്കുകയാണെങ്കിൽ ആ സാധനം തുറന്നിട്ട് താഴത്തേക്ക് വീഴുമ്പോൾ ടൈഗർ, ഇതിൻ്റെ ഉള്ളിലുള്ള ടൈഗർ അതിൻ്റെ പീസ് എടുത്ത് കഴിക്കും. സോ എന്നാൽ നമുക്ക് ഷൂട്ട് ചെയ്ത് നോക്കാം. ആ ബക്കറ്റിന് അതിൽ ഫില്ല് ചെയ്യും. ഇത് തിരിച്ചിങ്ങട്ടേക്ക് അടുത്ത് പോയി നോക്കുക. അപ്പോൾ കിടക്കാണ്. അതല്ലെങ്കിൽ ഇങ്ങനെയല്ല കിടക്കുള്ളൂ. കാര്യം വരുമ്പോൾ അറ്റാക്ക് ചെയ്യുള്ളൂ. ഇല്ലാത്തപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇതിന് നല്ല തടി ഉണ്ടാവുമല്ലോ. പിന്നെ അതുകൊണ്ട് കണ്ടിട്ട് എന്താ തോന്നുന്നത്? സോ ഗൈസ് അപ്പം നമ്മളങ്ങനെ ട്രൈഗർ ടോപ്പിയയിലെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ അത് ഇവിടെ പുറത്ത് നിറച്ച് കാറ്റടി ഇട്ടിട്ട് ഫുള്ള് കാറ്റടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട്. നമ്മൾ ട്രൈഗർ ടോപ്പിയയിലെ പരിപാടി കഴിഞ്ഞു. സോ നമ്മൾ ഫോട്ടോ എടുത്തു. പിന്നെ ടൈഗറിന് ഫീഡ് ചെയ്യുന്നതും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. നമ്മളിനി പട്ടായയിലേക്ക് പോവുകയാണ്. അവിടെ ഫോട്ടോ എടുക്കാം. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനിയിപ്പോൾ നമുക്ക് പട്ടായ എത്തിയിട്ട് കാണാം ഗൈസ്. ബൈ.